എന്തൊക്കെയായാലും ഈ വിഷ് ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സർക്കാരുകൾക്കും വലിയ നീണ്ട വിഷ് ലിസ്റ്റ് തന്നെയാണുള്ളത്. പിന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തികാവസ്ഥയൊക്കെ വെച്ച് അതിൽ എത്രത്തോളം പ്രായോഗികമാക്കി എടുക്കാൻ കഴിയും എന്നുള്ള പ്രശ്നം വരുമ്പോഴാണ് ഇത് പല പദ്ധതികളിലും ഒക്കെ പിന്നോട്ടടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വാസ്തവം. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പല പദ്ധതികളും ഇപ്പോൾ ലൈറ്റ് മെട്രോ കണ്ടല്ലോ. ഈ ലൈറ്റ് മെട്രോ തന്നെ മെട്രോയായും ലൈറ്റ് മെട്രോ ആയിട്ടും എത്രയോ തവണ ആവർത്തിക്കപ്പെട്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ പദ്ധതി വീണ്ടും ഇത്തവണ ബജറ്റിൽ വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴായി ആവർത്തിക്കപ്പെടുന്നതാണ്. പക്ഷേ അതിൻ്റെ ബജറ്റ് അലോക്കേഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതിലേക്ക് വരുമ്പോൾ ഈ കാര്യം നടപ്പാവാനുള്ള സാധ്യത വീണ്ടും വൈകുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. പിന്നെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുതൽ വി.ഡി. സതീശൻ ആവർത്തിച്ച് പറഞ്ഞു പോകുന്നത് എന്താണ്? കടക്കെണിയിലാണ്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലാണ്, ഫണ്ട് കൂടുതൽ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ, ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു എന്നത്. രണ്ട്, അദ്ദേഹം തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യും എന്നുള്ളത് നമ്മൾ പല ആവർത്തി ഇവിടെ പറഞ്ഞു പോയതാണ്. അതുമാത്രമല്ല, അദ്ദേഹം തന്നെയാണ് തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മാതൃകയാക്കുന്നത്, അതായത് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം മാതൃകയാക്കുന്നത് ഒരുപക്ഷെ ദുബായോ സിംഗപ്പൂരോ ഒക്കെ പോലെയുള്ള ഒരു സാധ്യതയാണ്. അതായത് തുറമുഖത്തിലൂടെ അല്ലെങ്കിൽ മാരിടൈം ബിസിനസ്സിലൂടെ ഈ സംസ്ഥാനത്തിൻ്റെ വിശാലമായ തീരപ്രദേശത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സാമ്പത്തികമായി വളരാനുള്ള സാധ്യതയുണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളിലേക്ക് പ്രധാനമായും കാലൂന്നുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ സാമ്പത്തിക വളർച്ച ഉണ്ടായാൽ നടപ്പാവാൻ സാധ്യതയുള്ള കുറേയേറെ പദ്ധതികൾ കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന മിഷൻ സമുദ്ര എന്നുള്ളത് 400 കോടിയാണ് അതിന് വകയിരുത്തിയിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് ഞങ്ങൾ 1000 കോടി വിഴിഞ്ഞത്തിന് മാത്രം മാറ്റിവെച്ചതാണ്, എന്നിട്ടാണ് മിഷൻ സമുദ്രയ്ക്ക് 400 കോടിയെന്ന്. പക്ഷേ 1000 കോടി അവിടെ വകയിരുത്തുമ്പോൾ അതിലേക്ക് ഇത്രത്തോളം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അവർ ഉദ്ദേശിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത്തവണ വി.ഡി. സതീശൻ അത് ഊന്നിപ്പറയുകയാണ്. സ്വകാര്യ മേഖലയിലൂടെ തന്നെയായിരിക്കും ഒരു വളർച്ച സാധ്യമാവുക എന്നുള്ള സങ്കല്പത്തിലാണ് ഈ സർക്കാർ ഉള്ളത്. അതിനുവേണ്ടിയാണ് ശ്രമം നടക്കുന്നത് എന്ന്. അപ്പോൾ അത് പ്രധാനമായും ഈ 400 കോടിയുള്ളെങ്കിലും അതിനപ്പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ വരും എന്നുള്ളതായിരിക്കുമല്ലോ അവർ കണക്കാക്കുന്നത്. അതുപോലെ ഈ പറയുന്ന അതേസമയം ഈ സ്പേസ് എക്കോണമിയെക്കുറിച്ച്, ഏവിയേഷൻ ഹബിനെക്കുറിച്ച്, ജോബ് വാച്ച് ടവറിനെക്കുറിച്ച്, സ്റ്റേഡിയങ്ങൾ വരുന്നതിനെക്കുറിച്ച്, മെഡിക്കൽ കോളേജുകൾ വരുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ പറഞ്ഞു പോകുന്നത് മെഡിക്കൽ കോളേജിന് 50 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഹരിപ്പാടും ഒരെണ്ണം തിരുവനന്തപുരത്തും. അതിൽ തന്നെ ഒരു വിമർശനം എന്താണ്? ആലപ്പുഴ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ 20 കിലോമീറ്റർ അപ്പുറത്ത് ഹരിപ്പാട് ഇനിയും മെഡിക്കൽ കോളേജ് വേണോ എന്നുള്ളതാണൊരു ചോദ്യം. പക്ഷേ 50 കോടി കൊണ്ട് ഒരു ആശുപത്രിയിലെ മിനിമം ഉപകരണങ്ങൾ വാങ്ങിച്ചാൽ അവസാനിക്കുന്നതാണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളത് നമുക്കറിയാം. ഒരു ആശുപത്രി ഒന്ന് മിനുക്കിയെടുക്കണമെങ്കിൽ ഇപ്പോൾ 50 കോടി പോരാ, ഇത്തരം ഒരു മെഡിക്കൽ കോളേജിനൊന്ന് മിനുക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന് മാറ്റി വെച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും സാധ്യമാകും. ജോബ് വാച്ച് ടവറിന് വേണ്ടി 2 കോടി 2.5 കോടി എങ്ങാണ്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. 2 കോടി കൊണ്ട് എന്ത് സാധ്യമാവാനാണ് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അതുപോലെ ഈ സ്പേസ് എക്കോണമിക്ക് വേണ്ടിയിട്ട് 5 കോടി മാറ്റി. അപ്പോൾ അവിടുന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിലെല്ലാം ഒരുപക്ഷെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. ഈ സ്പേസ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സംഗതികൾ. പിന്നെ ഒരു പോസിറ്റീവായ ഒരു ഘടകം എനിക്ക് തോന്നിയ കാര്യം, ഇതിലെല്ലാം ഇപ്പോൾ ഒരു റോഡ് മാപ്പ് പൂർണ്ണമായി അർത്ഥത്തിലില്ലെങ്കിലും ഇതിൻ്റെ ഒരു സ്പ്ലിറ്റ് കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ എന്നതല്ല അപ്പുറം ആ സ്റ്റാർട്ടപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉണ്ട്. ഇപ്പോൾ AI കാര്യം അതിന് മാറ്റിവെച്ചിരിക്കുന്ന തുക വളരെ പരിമിതമാണ് എങ്കിൽ കൂടി അങ്ങനെ ഒരു സങ്കല്പം അവിടെയുണ്ട്. അത് വളരാനുള്ള ഒരു ബീജാവാപം, ഒരു ആലോചനയുടെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആത്യന്തികമായി ഇതിനെല്ലാം പണം കണ്ടെത്താനുള്ള മാർഗമായി സ്വകാര്യ മേഖലയുടെ കടന്നുവരവിനെ തന്നെയാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്നാണ് തോന്നുന്നത്. തുറമുഖം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല. അങ്ങനെയാണ് എനിക്ക് പ്രാഥമികമായി അതേക്കുറിച്ച് പറയാനുള്ളത്.